ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണിനോ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മെഷർമെൻറ്റ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ MCQs ആണ്. അപ്പോൾ നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും വിചാരിക്കുന്നു. ഓരോ ഇൻസ്ട്രുമെൻസും അതുപോലെ തന്നെ അതിൻ്റെ ഓരോ കാര്യങ്ങളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കറിയാലോ. അപ്പോൾ അല്ലേ MCQs നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. First question, the ratio of difference between measured value and true value to the true value of a value under measurement is. എന്താ ചോദിച്ചിട്ടുള്ളത്? ദ റേഷ്യോ ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ, അല്ലേ? ദ റേഷ്യോ ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ എന്തിൻ്റെയൊക്കെയാണ്? മെഷേർഡ് വാല്യൂവും അതുപോലെ തന്നെ എന്താണ് ട്രൂ വാല്യൂ, അല്ലേ? ട്രൂ വാല്യൂ ടു ദ ട്രൂ വാല്യൂ ഓഫ് എ വാല്യൂ അണ്ടർ മെഷർമെൻറ്റിന് എന്താണ് പറയുന്നത്? ഓപ്ഷൻ എ പെർസെൻറ്റേജ് ലിമിറ്റിംഗ് എറർ, ഓപ്ഷൻ ബി പെർസെൻറ്റേജ് എറർ, ഓപ്ഷൻ സി അബ്സല്യൂട്ട് എറർ, ഓപ്ഷൻ ഡി റിലേറ്റീവ് സ്റ്റാറ്റിക് എറർ. അപ്പോൾ അത് ഏതായിരിക്കും? റിലേറ്റീവ് സ്റ്റാറ്റിക് എറർ ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ കേട്ടോ. ഏതാണ്? റിലേറ്റീവ് സ്റ്റാറ്റിക് എറർ ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അപ്പോൾ എന്താണ് ഈ അബ്സല്യൂട്ട് എറർ നോക്കാം. അതായത് എന്താ നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ, അതായത് നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂവും അതുപോലെ ട്രൂ വാല്യൂവിൻ്റെയും ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഒരു അബ്സല്യൂട്ട് എറർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? റിലേറ്റീവ് എറർ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കുള്ള അബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ ട്രൂ വാല്യൂവിനെയാണ് റിലേറ്റീവ് എറർ. സപ്പോസ് നമ്മളോട് റിലേറ്റീവ് എറർ ഒക്കെ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം വരികയാണെങ്കിൽ നമുക്കറിയണം റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ എന്താണ്? ട്രൂ വാല്യൂ ആണ് നമ്മുടെ റിലേറ്റീവ് എറർ എന്ന് പറയുന്നത്. എന്നാൽ പെർസെൻറ്റേജ് എറർ എന്താണ്? പെർസെൻറ്റേജ് എറർ എന്ന് പറയുമ്പോൾ എന്താണ്? റിലേറ്റീവ് എറർ എക്സ്പ്രസ്ഡ്, അല്ലേ? നമ്മുടെ റിലേറ്റീവ് എറർ പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിലാണ് അതിന് നമ്മൾ എന്ത് പറയുക? പെർസെൻറ്റേജ് എറർ. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, അതെന്നൊക്കെ എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. റിലേറ്റീവ് സ്റ്റാറ്റിക് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെഷേർഡ് വാല്യൂ മൈനസ് എന്താണ്? മെഷേർഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ. എന്താ അവിടെ വരുന്നത്? മെഷേർഡ് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, അല്ലേ? അതായത് മെഷേർഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ ബൈ ട്രൂ വാല്യൂ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്ത് പറയുന്നത്? മെഷേർഡ് വാല്യൂ എന്ന് എഴുതാം നമുക്ക്. MV മെഷേർഡ് വാല്യൂ മൈനസ് എന്താണ്? ട്രൂ വാല്യൂ ഡിവൈഡഡ് ബൈ എന്താണ്? ട്രൂ വാല്യൂവിനെയാണ് നമുക്ക് എന്ത് പറയാം? റിലേറ്റീവ് സ്റ്റാറ്റിക് എറർ എന്ന് പറയാം. ഇതിന് യൂണിറ്റ് ഇല്ല. അടുത്തൊരു കണ്ടീഷനാണ്. എന്താണ് ഇതിനകത്ത്? നോ യൂണിറ്റ്. അതിന് യൂണിറ്റ് ഇല്ല എന്ന് മനസ്സിലാക്കി വെക്കുക. യൂണിറ്റ് ഇല്ല. എന്തിനാ? നമ്മുടെ റിലേറ്റീവ് സ്റ്റാറ്റിക് എററിന് യൂണിറ്റ് ഇല്ല. ഓക്കെ അല്ലേ? Next question number 2. Which of the following is a fixed coil in an electrodynamometer type wattmeter? താഴെ തന്നിട്ടുള്ളതിൽ നമ്മൾ വാട്ട് മീറ്റേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അതിലെ ഇലക്ട്രോഡൈനാമോമീറ്റർ വാട്ട്മീറ്ററിനകത്ത്, അല്ലേ, ഏതാണ് ഇവിടുത്തെ ഫിക്സഡ് കോയിൽ? അപ്പോൾ എന്തൊക്കെ കോയിലുണ്ട്? കറൻറ്റ് കോയിൽ, അല്ലേ? കറൻറ്റ് കോയിലും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്? പ്രഷർ കോയിൽ, അല്ലേ? രണ്ട് ടൈപ്പ് ഓഫ് കോയിൽ ഉണ്ട് നമുക്കറിയാം. PC-യും അതുപോലെ CC-യും. കറൻറ്റ് കോയിലും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്? പ്രഷർ കോയിലും ഉണ്ട്. അപ്പോൾ കറൻറ്റ് കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻറ്റ് കോയിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കിയ ഒരു ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററിനകത്ത് അത് സീരീസ് ആയിട്ടാണ്, ലോഡിന് സീരീസ് ആയിട്ടാണ് നമ്മൾ സാധാരണ എന്ത് കറൻറ്റ് കോയിൽ കണക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? അതിലൂടെ പോകുന്ന കറൻറ്റ് ഫ്ലോ, അല്ലേ? അതായത് എന്താ പറയുന്നത്? കറൻറ്റ് കോയിൽ എന്താ പറയുക? കറൻറ്റ് കോയിൽ കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ ലോഡാണ്. അതുകൂടാതെ എന്താണ്? ദ കറൻറ്റ് ഫ്ലോയിങ് ത്രൂ ഇറ്റ് ഈസ് എ സെയിം ആസ് ദി ലോഡ് കറൻറ്റും ആയിരിക്കും. അതാണ് CCയുടെ പ്രത്യേകത. ഓക്കെ, ഇനി ഇതിൽ നമ്മളവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഫിക്സഡ് കോയിൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലേ? അതേപോലെ തന്നെ എന്താണ്? പ്രഷർ കോയിലിൻ്റെ കേസും കൂടി ഒന്ന് നമുക്ക് നോക്കാം. പ്രഷർ കോയിൽ എങ്ങനെയാണ്? പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുക കേട്ടോ. പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുക. എന്താണ്? വോൾട്ടേജ് കോയിലായിട്ടാണ് നമ്മളതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫിക്സഡ് കോയിൽ എന്ന് പറഞ്ഞാൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഏതാണ്? നമ്മളുടെ കറൻറ്റ് കോയിലാണ് കേട്ടോ. വോൾട്ടേജ് കോയിലും പ്രഷർ കോയിലൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. ബോത്ത് കറൻറ്റ് ആൻഡ് വോൾട്ടേജ് ഒന്നും അല്ല. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? നമ്മളുടെ കറൻറ്റ് കോയിലാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. നെക്സ്റ്റ് question number 3. A energy meter can be best categorized as an instrument of. താഴെ തന്നിട്ടുണ്ട് നമ്മളുടെ എനർജി നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്, ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്, റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്, അല്ലേ? അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എനർജി മീറ്ററിനെ ഏത് ഇൻസ്ട്രുമെൻറ്റിൻ്റെ അണ്ടറിലാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് എന്നാണ്. അപ്പം വളരെ എളുപ്പമുള്ളതാണ്, അല്ലേ? അപ്പോൾ ഏതാണ്? ഏത് ഇൻസ്ട്രുമെൻറ്റിലാണ്? ഓർക്കണം ഏതൊക്കെ ടൈപ്പാണെന്നുള്ളത് കേട്ടോ. അതായത് ഇൻ്റഗ്രേറ്റിംഗ്, അതുപോലെ ഇൻഡിക്കേറ്റിംഗ്,
ഇൻഡിക്കേറ്റിംഗ്, റെക്കോർഡിംഗ്, അതൊക്കെ നമ്മൾ ഓർത്ത് തന്നെ പഠിച്ച് തന്നെ പോകണം കേട്ടോ. ഏതാണ് അതിൻ്റെ അണ്ടറിൽ വരുന്ന ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. അപ്പോൾ ഇതിൽ ഏതാണ്? ഓപ്ഷൻ എ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്, ഓപ്ഷൻ ബി പ്രൈമറി ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്, ഓപ്ഷൻ സി റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്, ഓപ്ഷൻ ഡി ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ഒരു എനർജി മീറ്റർ എന്ന് പറഞ്ഞാൽ അത് എന്ത് തന്നെയാണ്? അതൊരു ഇൻ്റഗ്രേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ആണ് കേട്ടോ. ഏതാണ്? ഇൻ്റഗ്രേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ആണ്. എന്താണ് നമുക്ക് എങ്ങനെയാണ് അത് മെഷർ ചെയ്യുന്നത്? ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി, ഒരു പർട്ടിക്കുലർ പീരീഡിലെ ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി എത്രയാണ് കൺസ്യൂം ചെയ്തിരുന്നത്, അതായത് നമുക്ക് കിലോ വാട്ട് അവർ മീറ്റർ അങ്ങനെയൊക്കെ നമ്മൾ മെഷർ ചെയ്യുന്നില്ലേ, അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഇൻ്റഗ്രേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യാറുള്ളത്. അതിലെ ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാണ് നമ്മളുടെ എനർജി മീറ്റർ എന്ന് പറയുന്നത്. എന്നാൽ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് പറയുന്നതിന് എക്സാമ്പിൾ ഏതായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ഇൻഡിക്കേറ്റ് ചെയ്യുക, അപ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ വോൾട്ട് മീറ്റർ, മീറ്റർ അതുപോലെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെയാണ് നമ്മളുടെ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് എടുക്കുന്നത്. അടുത്തത് എന്താണ്? റെക്കോർഡിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് അല്ലേ. റെക്കോർഡിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് എന്ത് ചെയ്യാണ്? റെക്കോർഡ് ചെയ്യാണ് നമ്മളെ ഇ സി ജി ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? ഒരു റെക്കോർഡിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മുടെ എനർജി മീറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻ്റഗ്രേറ്റിംഗ് ടൈപ്പാണ് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോളൂ. Next, question number 4. What value is typically expected while measuring a quality using a PMMC instrument? എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഏത് വാല്യൂ ആണ് അല്ലേ? വാട്ട് വാല്യൂ ഈസ് ടിപ്പിക്കലി എക്സ്പെക്റ്റഡ്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് while measuring a quantity using a PMMC instrument. ഓപ്ഷൻ എ ആവറേജ് വാല്യൂ, ഓപ്ഷൻ ബി RMS വാല്യൂ, ഓപ്ഷൻ സി മീൻ സ്ക്വയർ വാല്യൂ, ഓപ്ഷൻ ഡി സ്ക്വയർ വാല്യൂ. ഏത് വാല്യൂ ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു PMMC ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ട്? ഓർത്ത് വയ്ക്കുക, നമ്മൾ DC ക്വാണ്ടിറ്റീസ് ആണ് അല്ലേ PMMC ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് എന്താണ് AC വാല്യൂസ് അത് യൂസ് ചെയ്ത് മെഷർ ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആൾട്ടർനേറ്റിംഗ് കറൻറ്റ് മെഷർ ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, എങ്ങനെയാണ് റീഡ് ചെയ്യുക നമുക്ക് അറിയാം. അതായത് 0 റീഡിംഗ് ആണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഏത് വാല്യൂ ആണ് താഴെ തന്നിട്ടുള്ളതിൽ? ആവറേജ് വാല്യൂ ആണോ, RMS വാല്യൂ ആണോ, മീൻ സ്ക്വയർ വാല്യൂ ആണോ, സ്ക്വയർ വാല്യൂ ആണോ? അത് ഏതാണ്? നമ്മളുടെ ആവറേജ് വാല്യൂ, ഓപ്ഷൻ എ ആണ് കേട്ടോ. ഏതാണ് മെഷർ ചെയ്യുന്നത്? ടിപ്പിക്കലി നമ്മൾ അതായത് ഒരു PMMC ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് ഏതാണ്? DC ക്വാണ്ടിറ്റീസ് ആണ് മെഷർ ചെയ്യാന്ന് മനസ്സിലാക്കി വെക്കുക ആദ്യം അല്ലേ. അത് എന്ത് മാത്രമാണ് തരുന്നത്? ആവറേജ് വാല്യൂ ഓഫ് കറൻറ്റ് അല്ലെങ്കിൽ വോൾട്ടേജ് അല്ലേ, അതിനാണ് അത് തരുന്നത്. Next, question number 5. The pressure coil of a wattmeter should be connected on the supply side and a current coil is connected on the load side when? എപ്പോഴാണ്? അപ്പോൾ വാട്ട്മീറ്റർ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടു, ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട്മീറ്ററിൻ്റെ ഒക്കെ അല്ലേ. അപ്പോൾ ഇതിനകത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു വാട്ട്മീറ്ററിൻ്റെ പ്രഷർ കോയിൽ എവിടെയാണ്? സപ്ലൈ സൈഡിലേക്കും കറൻറ്റ് കോയിൽ ലോഡ് സൈഡിലേക്കും കണക്ട് ചെയ്യുന്നത് വെൻ? എപ്പോഴാണ്? അതായത് പ്രഷർ കോയിൽ ഓഫ് എ വാട്ട്മീറ്റർ ഷുഡ് ബി കണക്റ്റഡ് ഓൺ ദ സപ്ലൈ സൈഡ് ആൻഡ് ദ കറൻറ്റ് കോയിൽ ഓൺ ദ ലോഡ് സൈഡ്. എപ്പോഴാണ്? ലോഡ് ഇമ്പിഡൻസ് ഹൈ ആവുമ്പോൾ അല്ലേ. അപ്പോൾ നോക്കിയാൽ ലോഡ് ഇമ്പിഡൻസ് ലോ ആണോ, ലോഡ് സപ്ലൈ വോൾട്ടേജ് ആണോ, ലോഡ് കറൻറ്റ് ഈസ് ഹൈ, ഏതാണ്? ലോഡ് ഇമ്പിഡൻസ് കറൻറ്റ് ആവും. അപ്പോൾ ലോഡ് ഇമ്പിഡൻസ് ഹൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കറൻറ്റ് ഫ്ലോയിങ് ത്രൂ ദ ലോഡ് എങ്ങനെയായിരിക്കും? റിലേറ്റീവ്ലി കുറവായിരിക്കും അല്ലേ. അപ്പോൾ കറൻറ്റ് അതിലൂടെ, അതായത് ലോഡിലൂടെ പോകുന്ന കറൻറ്റ്, അതായത് ലോഡ് ഇമ്പിഡൻസ് ഈസ് ഹൈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കറൻറ്റ്, അതായത് ആ ലോഡിലൂടെ പോകുന്ന കറൻറ്റ് എന്തായിരിക്കും? റിലേറ്റീവ്ലി എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. കാരണം എന്താണ്? ഹൈ റെസിസ്റ്റൻസ് മൂലം. എന്തുമൂലം? ഹൈ റെസിസ്റ്റൻസ് മൂലം അവിടെ എന്താണ്? അതിലൂടെ പോകുന്ന എന്താണ്? കറൻറ്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ by connecting pressure coil to the supply side, the wattmeter measure എന്താണ്? വോൾട്ടേജ് അക്രോസ് ദ എൻറ്റയർ സപ്ലൈ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 6. The current under measurement is given by I equal to 2 plus 4 sin 340 Ta. If measured using a moving ion instrument, what will be the value show? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് അല്ലേ, കറൻറ്റ് അണ്ടർ മെഷർമെൻറ്റ് നമുക്ക് കിട്ടിയത് ഏതാണ്? I equal to 2 plus 4 sin 340 T. അതായത് ആ ഒരു എക്സ്പ്രഷൻ, കറൻറ്റിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ് യൂസ് ചെയ്തിട്ടാണ്? മൂവിങ് അയോൺ അല്ലേ. ഏതാണ് ഇൻസ്ട്രുമെൻറ്റ്? നോക്കിക്കോളൂ, മൂവിങ് അയോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഏതാണത്?
മൂവിങ് അയോൺ ആണ്. അപ്പോൾ കറണ്ടിൽ എന്തുണ്ട്? നമുക്ക് കറണ്ടിൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ അതിൽ അറിയാൻ പറ്റും. അതിൽ ഡി സിയും ഉണ്ട്, അതുപോലെ തന്നെ അതിൽ എന്തുണ്ട്? എ സി കോമ്പോണൻസും ഉണ്ട് അല്ലേ? കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള RMS വാല്യൂ അതിൽ എന്തുണ്ട്? ഡി സിയും അതുപോലെ തന്നെ എ സി കോമ്പോണൻസും ഉണ്ട്. അപ്പോൾ IRMS ഈക്വൽ ടു എന്താണ്? √IDC² പ്ലസ് IAC/RMS² ആണ്. ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണ്? IDC എത്രയാണ് വരുന്നത്? 2 ആണ് അല്ലേ? IDC എന്ന് പറയുന്നത് 2 ആണ്. പീക്ക് വാല്യൂ ഓഫ് എ സി കോമ്പോണൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എ സിയുടെ RMS കറണ്ട് കണ്ടുപിടിച്ചൂടെ? അപ്പോൾ എന്താ കണ്ടുപിടിക്കാനുള്ള ഫോർമുല? IAC പീക്ക് ബൈ √2. സോ 4/√2 ആംപിയർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അടുത്തത് എന്താ ചെയ്തിട്ടുള്ളത്? അത് നമ്മളുടെ ഫോർമുലയിലേക്ക്, അതായത് IRMSൻ്റെ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ വരുന്നത്? 2² പ്ലസ് 4/√2² അല്ലേ? അപ്പോൾ എന്താ വരുന്നത്? 4 പ്ലസ് 16/2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 4 പ്ലസ് 8 ഈക്വൽ ടു √12. ഇതാണ് ആൻസർ. √12 നമുക്ക് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 3.46 ആംപിയർ എന്നാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. 3.46 ആംപിയർ എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. അപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ ഏത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് നോക്കുക. മൂവിങ് അയോൺ ഇൻസ്ട്രുമെൻ്റ് ആണ് ഇതിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് മൂവിങ് അയോൺ ഇൻസ്ട്രുമെൻ്റ് എഴുതുക. അതിലെന്താണ്? ഡി സി കറണ്ട് തന്നിട്ടുണ്ട്. അതിലെന്തുണ്ട്? എ സി ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? ഡി സി കോമ്പോണൻസ് അല്ലേ? RMS വാല്യൂ ഓഫ് കറണ്ട് വിത്ത് ബോത്ത് ഡി സി ആൻഡ് എ സി കോമ്പോണൻറ്റ് ഈസ് കാൽക്കുലേറ്റിംഗ് യൂസിങ്. അതിൻ്റെ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫോർമുല പഠിച്ചു വെക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. ഇത് വെച്ചിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് പഠിച്ച് തന്നെ പോകേണ്ടതാണ്. Question number 7. Which of the following instrument has least loading effect on the circuit under measurement? എന്താണ് least loading effect എന്ന് പറയുന്നത്? ലീസ്റ്റ് ലോഡിംഗ് പറയുമ്പോൾ തന്നെ അവിടെ എന്താണ്? ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ആയിരിക്കും കേട്ടോ. അതായത് ടു റെഡ്യൂസ് ദ ലോഡിംഗ് എഫക്ട് ദ ഇൻസ്ട്രുമെൻറ്റ് പോസസ് എങ്ങനെയാണ്? ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ ഏത് ഇൻസ്ട്രുമെൻറ്റിനാണ്, അതായത് PMMCക്കാണോ, CROയ്ക്കാണോ, ഇലക്ട്രോസ്റ്റാറ്റിക് അല്ലെങ്കിൽ ഇലക്ട്രോ ഡൈനാമോമീറ്റർ ഇൻസ്ട്രുമെൻറ്റിനാണോ ലീസ്റ്റ് ലോഡിംഗ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ലീസ്റ്റ് ലോഡിംഗ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ചേഞ്ച് ഇൻ ദ മെഷേർഡ് ക്വാണ്ടിറ്റി ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഇറ്റ്സെൽഫ്. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതാണ് താഴെ തന്നുള്ള ലീസ്റ്റ് ലോഡിംഗ് എഫക്റ്റ്? നമ്മളുടെ CROയ്ക്കാണ് കേട്ടോ. ഏതാണ്? CROയ്ക്കാണ് ലീസ്റ്റ് ലോഡിംഗ് എഫക്റ്റ്. ഓക്കെ. അപ്പോൾ ഏത് ഇൻസ്ട്രുമെൻറ്റിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നമ്മളുടെ CRO ആണെന്ന് നോട്ട് ചെയ്യുക. ഏത്? ലീസ്റ്റ് ലോഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. Next question number 8. What are the two measurements that can be carried out using Lissajous figure? അതായത് നമുക്കറിയാം Lissajous pattern എന്ന് പറഞ്ഞാൽ എന്താണ്? Lissajous pattern എന്ന് പറയുമ്പോൾ അതിലെന്താണ് മെയിനായിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത് ഏതൊക്കെയാണ്? ടു മെഷർമെൻറ്റ് ദാറ്റ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് യൂസിങ് എ Lissajous ഫിഗർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിഞ്ഞിരിക്കണം അത് ഫ്രീക്വൻസിയും ഫേസും ആണ് കേട്ടോ. അതായത് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് ഏതാണ്? നമ്മളുടെ ഫ്രീക്വൻസിനെയും ഫേസിനെയുമാണ് അത് മെഷർ ചെയ്യുന്നത് കേട്ടോ. ഡയറക്റ്റ് അതായത് യൂസ്ഡ് ടു എന്താണ്? ഡിറ്റർമൈൻ ഫ്രീക്വൻസീനെ മാത്രം. ആംപ്ലിറ്റ്യൂഡ് അതൊരിക്കലും ചെയ്യാറില്ല. ആംപ്ലിറ്റ്യൂഡ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ പീക്ക് വാല്യൂസ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ? അതേപോലെ തന്നെ ടൈം പീരീഡ് എടുക്കുമ്പോൾ നോക്കിയേ, ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസി, റെസിപ്രോക്കൽ ഓഫ് ഫ്രീക്വൻസി ആണ് അല്ലേ? പക്ഷെ നമ്മൾ മെഷർ ചെയ്യുന്നത് ഏതാണ്? ഇത് വെച്ചിട്ട് ഫ്രീക്വൻസി ആണ്. അപ്പോൾ മെയിനായിട്ട് എന്താണ്? ഫ്രീക്വൻസിയും ഫേസും ആണെന്ന് അറിയാലോ മെയിനായിട്ട്. അപ്പോൾ റിലേഷൻഷിപ്പ് നമുക്ക് എന്താണ്? ഡയറക്റ്റ് ആയിട്ട് ടൈം പീരീഡ് മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് ഏത് മാത്രമാണ്? ഫ്രീക്വൻസിയും അതുപോലെ തന്നെ അതിൻ്റെ ഫേസിനെയുമാണ് കൺസിഡർ ചെയ്യേണ്ടത് കേട്ടോ. Next, question number 9. The constant load current for a 230 volt single phase energy meter is 10 amp at unity power factor. If the meter make 2300 revolutions in 2 hours, what will be the meter constant? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് ടൈം എയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. അപ്പോൾ നോക്കിയേ, കോൺസ്റ്റൻറ്റ് ലോഡ് കറൻറ്റ് വോൾട്ടേജ് തന്നിട്ടുണ്ട് അല്ലേ? വോൾട്ടേജ് എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വോൾട്ടേജ് 230 വോൾട്ട് ആണ്. കറൻറ്റ് 10 ആംപിയർ കറൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. പവർ ഫാക്ടർ കോസ് ഫൈ എന്ന് പറയുന്നത് എന്താണ്? അവിടെ യൂണിറ്റി ആണ് അല്ലേ? യൂണിറ്റി പവർ ഫാക്ടർ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. യൂണിറ്റി പവർ ഫാക്ടർ എന്ന് തന്നിട്ടുണ്ട്. സോ പവർ ഫാക്ടർ എന്താണ്? 1 ആണ്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് പവർ കണ്ടുപിടിച്ചൂടെ? പവർ വാല്യൂ P ഈക്വൽ ടു എന്താ? VI കോസ് ഫൈ ആണ് നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ V എന്ന് പറയുന്നത് ഇവിടെ 230 ഉണ്ട്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കറൻറ്റ് 10 ഉണ്ട്, അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
പവർ ഫാക്ടർ യൂണിറ്റി ആണ്, cos phi 1 ആണ്. ഓക്കെ, അപ്പോൾ 230 × 10 എന്ന് പറയുമ്പോൾ 2300 വാട്ട് നമുക്ക് കിട്ടി പവറിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് പവർ കിട്ടി. അടുത്തത് എന്താ വേണ്ടത് നമ്മളോട്? മീറ്റർ കോൺസ്റ്റൻ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. മീറ്റർ കോൺസ്റ്റൻ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എത്ര എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കണം അല്ലേ? മീറ്റർ കോൺസ്റ്റൻ്റ് ആണ് നമ്മളോട് ലക്ഷ്യം കണ്ടുപിടിക്കേണ്ടത്. മീറ്റർ കോൺസ്റ്റൻ്റ് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? എനർജി കൺസപ്ഷൻ അറിഞ്ഞിരിക്കണം അതിനകത്ത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പവർ എടുത്തത്. അപ്പോൾ പവർ ഇൻ കിലോ വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? 2.3 കിലോ വാട്ട് എന്ന് ആയിക്കോളും. അപ്പോൾ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ ഇൻറ്റു ടൈം ആണ് അല്ലേ? എനർജി എന്ന് പറയുന്നത് എന്താണ്? പവർ ഇൻറ്റു ടൈം. സോ പവർ നമുക്കുണ്ട്, ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു 2.3 കിലോ വാട്ട് ഉണ്ട്. ടൈം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2 hours എന്ന് തന്നിട്ടുണ്ട്. സോ അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 2.3 കിലോ വാട്ട് ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 4.6 കിലോ വാട്ടിന് എനർജി കിട്ടി. ഇനി ഈസി ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എനർജി മീറ്റർ കോൺസ്റ്റൻറ്റ് അല്ലേ? മീറ്റർ കോൺസ്റ്റൻറ്റ് K ഈക്വൽ ടു നമ്പർ ഓഫ് റെവല്യൂഷൻസ്. നോട്ട് ചെയ്യുക, നമ്പർ ഓഫ് റെവല്യൂഷൻസ് ബൈ എനർജി കൺസ്യൂംഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ലേ മീറ്റർ കോൺസ്റ്റൻറ്റ്. സോ K ഈക്വൽ ടു റെവല്യൂഷൻസ് എത്രയാണ്? 2300 റെവല്യൂഷൻ ബൈ 4.6 കിലോ വാട്ട് ചെയ്യുമ്പോൾ നമുക്ക് 500 റെവല്യൂഷൻസ് പെർ കിലോ വാട്ട് എന്ന് കിട്ടും. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പോൾ നോട്ട് ചെയ്യുക. അപ്പോൾ മീറ്റർ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എത്ര റെവല്യൂഷൻ ബൈ എനർജിയാണ് വേണ്ടത്? എനർജി കിട്ടണമെങ്കിൽ എന്ത് വേണം? പവർ. അപ്പോൾ VI cos phi അതാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പവർ കണ്ടുപിടിച്ചു. പവർ ഇൻറ്റു ടൈം ആണ് എനർജി. സോ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എനർജി കിട്ടി. പിന്നെ എന്താ ചെയ്തത്? അടുത്തത് മീറ്റർ കോൺസ്റ്റൻറ്റ് അല്ലേ? മീറ്റർ കോൺസ്റ്റൻറ്റ് K ഈക്വൽ ടു 2300 റെവല്യൂഷൻസ് പെർ 4.6 എനർജി ചെയ്യുമ്പോൾ നമുക്ക് 500 റെവല്യൂഷൻസ് പെർ കിലോ വാട്ടിന് കിട്ടും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. വാട്ട് ഷുഡ് ബി ദ വാല്യൂ ഓഫ് ഷണ്ട് resistance required to extend the range of a 10 ampere ammeter so that it could measure 100 ampere? Consider the internal resistance of ammeter to be 0.09 ohm എന്ന് തന്നിട്ടുണ്ട്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഷുഡ് ബി ദ വാല്യൂ ഓഫ് ഷണ്ട് റെസിസ്റ്റൻസ്. ഷണ്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് റിക്വയർഡ് ടു എക്സ്റ്റെൻഡ് ദ റേഞ്ച് ഓഫ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 10 ampere ammeter. So it could measure എത്രയാണ്? 100 ampere. Consider the internal resistance value തന്നിട്ടുണ്ട് 0.09 ohm എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മളുടെ ISH ഷണ്ട് റെസിസ്റ്റൻസ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കറണ്ട് ത്രൂ അമ്മീറ്റർ, അതായത് കറണ്ട് ത്രൂ അമ്മീറ്റർ നമുക്ക് 10 ampere ആണ്. അതുപോലെ RG എന്ന് പറയുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.09 ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ കറണ്ട് എന്ന് കണ്ടുപിടിച്ചൂടെ? 100 കിട്ടും അല്ലേ? ഇനി എന്താണ്? കറണ്ടും തന്നിട്ടുണ്ട് അല്ലേ? മെഷർ ദാറ്റ് 100 ampere. അപ്പോൾ കറണ്ട് ത്രൂ അമ്മീറ്റർ കിട്ടി. അത് കഴിഞ്ഞ് എന്താണ്? റെസിസ്റ്റൻസ് നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യനിലുണ്ട് അല്ലേ? ടോട്ടൽ കറണ്ട് 100 ampere തന്നിട്ടുണ്ട്. ഇനി കറണ്ട് ത്രൂ ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ കറണ്ട് മൈനസ് അമ്മീറ്റർ കറണ്ട്. സോ നമുക്ക് 100 - 10 ചെയ്യുമ്പോൾ 90 ampere എന്ന് കിട്ടും, അതായത് ISH. ഓക്കെ, ISH ഈക്വൽ ടു I മൈനസ് IG, അതായത് 100 ampere മൈനസ് 10 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതാണ് ഈ 90 ampere എന്ന് പറയുന്നത്. അപ്പോൾ ISH ഈക്വൽ ടു എന്താണ്? ISH ഈക്വൽ ടു എന്താണ്? ടോട്ടൽ കറണ്ട്, അതായത് ടോട്ടൽ കറണ്ട് മൈനസ് IG എന്ന് പറയുന്ന ആൾ. അപ്പോൾ എന്താ കിട്ടുന്നത്? 100 - 10 അതാണ് 90 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇവിടുത്തെ 90. ഓക്കെ, ഇനി നമുക്ക് എന്താണ്? ഷണ്ട് റെസിസ്റ്റൻസ് എങ്ങനെയാണ്? പാരലൽ വിത്ത് ദ അമ്മീറ്റർ കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എന്താണ്? VG ഈക്വൽ ടു IG ഇൻറ്റു RG, അതായത് RSH ഇൻറ്റു ISH. സോ അതാണ് ഷണ്ട് റെസിസ്റ്റൻസ് ഈക്വൽ ടു IG ഇൻറ്റു RG ബൈ ISH എന്ന് എഴുതിയിരിക്കുന്നത്. IG എന്ന് പറയുന്നത് എന്താണ്? അമ്മീറ്ററിലൂടെ പോകുന്ന കറണ്ട്. 10 ഇൻറ്റു റെസിസ്റ്റൻസിൽ 0.09 ഡിവൈഡഡ് ബൈ 90 ചെയ്യുമ്പോൾ നമുക്ക് 0.01 ഓം എന്ന് കിട്ടുന്നുണ്ട്. അതൊക്കെ വർക്കൗട്ട് ചെയ്ത് തന്നെ പോകണം. ഓരോ ഇക്വേഷൻസും ഓരോ സ്റ്റെപ്പുകളും വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യണം ഷണ്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ കേട്ടോ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്, അതുപോലെ കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ നന്നായി പഠിച്ചു പോവുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.